ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്നേ ദിവസം 2 മാച്ച് നടക്കുന്നതിൻ്റെ രണ്ടാമത്തെ മാച്ചിൻ്റെ വീഡിയോ ആണിത്. ഇതിന് മുന്നിലുള്ള നമ്മുടെ മുംബൈ ലക്നോ മാച്ചിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു മാച്ച്, അതായത് നമ്മുടെ RCB വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രൊവ്യൂസും പ്രഡിക്ഷൻസും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് നമ്പർ 46 ആണ്. മത്സരം നടക്കുന്നത് ഏപ്രിൽ 27 കൃത്യം 7:30 നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. അതായത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. മാച്ചിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്തോ. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുള്ളത്. ഓക്കെ, പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഡ്രൈ ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. ഗുഡ് ഫോർ ബാറ്റിംഗ് ആണ്. ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്യുന്ന ടീമാണ് കൂടുതൽ വിൻ ചെയ്യാറുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എയർലി ഹെൽപ്പ് ഫോർ പേസേഴ്സിന് നല്ല രീതിയിൽ ഇവിടെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് നല്ല രീതിക്ക് സെക്കൻഡ് ഇന്നിങ്സിലൊക്കെ തീർച്ചയായിട്ടും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ ബിഗ് ബൗണ്ടറീസ് ആയതുകൊണ്ട് സിക്സ് അടിക്കാൻ കുറച്ച് ചാലഞ്ചിങ് ആണ്. കൂടുതലും ക്യാച്ച് പോയി ഔട്ട് കിട്ടാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഓക്കെ, ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് നൈറ്റ് മാച്ചസിൽ കുറച്ച് നല്ല സെക്കൻഡ് ഇന്നിങ്സിനാണ് കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ, ബാലൻസ് എഫേഴ്സ് ഓഫ് സംതിങ് എവരിയാണ്. ഓക്കെ, ബാറ്റിംഗ് ബൗളിങ്ങിൽ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രവചനം. ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ രണ്ട് കൂട്ടർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മാച്ചിൽ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് IPL പോയിന്റ് ടേബിൾ ഒന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ചുമ്മാ നോക്കാം. നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ എപ്പോഴും നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഏകദേശം 45 മത്സരം വല്ല റോക്കറ്റ് വിട്ട പോലെ പോയത്. ഒരെണ്ണം കൂടെ എപ്പോൾ തീർന്ന് എങ്ങനെ തീർന്നു കൂടെ ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ടോട്ടലി നമുക്ക് ഇത്ര മാച്ചസാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് 74 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. 74 മത്സരം 44 ഇന്നത്തെ മത്സരം കൂട്ടെ 44. പിന്നെ ഇപ്പം എത്ര 40 30 അത് ശരി. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി 28 മാച്ച് കൂടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ നമ്മുടെ GT ആണ് 8 മത്സരം കളിച്ചിട്ട് അവർക്ക് ഇനി വേറെ 3 മത്സരം കൂടെ 2 കൂടെ വിന്നായിക്കാനാ പ്ലേ ഓഫ് കയറി. നമ്മുടെ DC ആണെങ്കിലും 2 കൂടെ വിൻ ചെയ്താൽ 3 വിൻ ചെയ്താൽ സേഫായി. 2 വിൻ ചെയ്താൽ എന്തായാലും കയറാനുള്ള പോസിബിലിറ്റീസ് കൂടി. ഇപ്പോൾ ഡൽഹി നമ്മുടെ ബാംഗ്ലൂർ ആണെങ്കിലും ഇനിയുള്ള മാച്ചസില്ല 2 3 ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബാംഗ്ലൂരിന് 5 ഉള്ളൂ. 5 3 വിൻ ചെയ്യണം. ഇനിയിപ്പോൾ മുംബൈക്കാണെങ്കിലും 5 ഉള്ളത്. 5 3 തീർച്ചയായും വിൻ ചെയ്താൽ പ്ലേ ഓഫിലോട്ട് കയറും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫോർത്ത് പ്ലേസ് എങ്ങാനും കിട്ടും, അത്ര തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ പഞ്ചാബ് ആണെങ്കിലും ലക്നോ ആണെങ്കിലും ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ മുംബൈക്ക് ഉള്ള മാച്ചൊക്കെ ഭയങ്കര ഇതാണ്. ഓക്കെ, നമ്മുടെ ചെന്നൈയുടെ കാര്യം നോക്കണ്ട, RRൻ്റെ കാര്യം നോക്കണ്ട. SRHൻ്റെ ഡൗട്ടാണ്. SRHും KKRും വിചാരിച്ചാൽ കയറി വരാം. ഓക്കെ, പക്ഷേ RRൻ്റെയും CSKയുടെയും കാര്യം മൂഞ്ചിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ, പോയിന്റ് ടേബിൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 92 മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. 170 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് 45 പ്രാവശ്യം വിൻ ചെയ്തിട്ട് സെക്കൻഡ് ബാറ്റിംഗ് 47 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുമ്പോൾ 150 റൺസിന് താഴെ 22 മത്സരങ്ങളും 150 to 169 24 മത്സരങ്ങളും 170 to 189 23 മത്സരങ്ങളും അതുപോലെ തന്നെ 190 മുകളിൽ 23 മത്സരങ്ങളുമാണ് പോയിട്ടുള്ളത്. ബൗളിങ്ങിൽ നോക്കുന്ന സമയത്ത് 395 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 221 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ്. കൂടുതലും വിക്കറ്റ്സ് എടുക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. ഫസ്റ്റ് പറയാനുള്ള നമ്മുടെ കുബേര ഫാൻറ്റസി പറഞ്ഞ ആപ്പിനെ പറ്റിയാണ്. ഈ ഒരു ആപ്പ് കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഇതിലിപ്പോൾ നമ്മുടെ കൊൽക്കത്ത വേഴ്സസ് പഞ്ചാബ് മാച്ച് എടുത്തതിന് ഇവിടെ ഡ്യുവോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. 5 പ്ലേയേഴ്സ് ഉണ്ടാകും. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണോ അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് മാച്ച് കളിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ 5 പ്ലേയേഴ്സ് ഉണ്ട്. ശ്രേയസ് അയ്യർ, സുനിൽ നരൈൻ, പ്രിയാൻ ആശാരി, അജിൻകെ രഹാനെ, സിമ്രാൻ സിംഗ് എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരാ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത്? ശ്രേയസ് അയ്യറാണ്. ഓക്കെ, ശ്രേയസ് അയ്യറായിട്ട് നമ്മളിവിടെ മുന്നോട്ടായി. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളിപ്പോൾ സുനിൽ നരൈനോ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത പ്ലെയറാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസി ഡ്യുവോ എന്ന് പറയുന്ന ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെയിം ഓപ്ഷൻ നമ്മുടെ ചോയ്സ് ലെവലും ഉണ്ട്. സോ ചോയ്സ് ലെവലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടസിൽ ആ സെയിം ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീം ഇട്ട് കളിക്കണമെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷൻ 11 നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഡെയിലി 1 lakh rupeesൻ്റെ ഫ്രീ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഐ തിങ്ക് പെട്ടെന്ന് ഈ ഗീവേ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഫിൽ ഔട്ട് ആവാറുണ്ട്. ഇതുണ്ടല്ലേ 1 lakh rupeesൻ്റെ ഗീവ് ആണ്. ഐ തിങ്ക് ഫിൽ ഔട്ട് ആയെന്ന് തോന്നുന്നു, കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഇതാ 1 lakh rupeesൻ്റെ ഗീവ്. ഫസ്റ്റ് വന്നാൽ 10,000, സെക്കൻഡ് വന്നാൽ 3,000,
തേർഡ് വന്ന 1000, അങ്ങനെ 10,000 പേർക്ക് വരെ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ മൈ മാസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷന് 1 lakh rupees ഫ്രീ ഗിവ് ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൽഹിത്തെ പ്ലേയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിഷേക് പോരലാണെങ്കിൽ ലാസ്റ്റ് 8 ഇന്നിങ്സിൽ 304 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് RCB ആയിട്ട് 14 റൺസ് ഉള്ള പോലെ റെക്കോർഡ്സ് ഇല്ല. കരുൺ നായർ ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 15 ഇന്നിങ്സ് കളിച്ചിട്ട് 492 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് RCB ആയിട്ട് 11 മത്സരം കളിച്ചിട്ട് 232 റൺസ് കൊടുത്തിട്ടുണ്ട്. KL രാഹുൽ ആണെങ്കിൽ നല്ല ഫോമിലാണ്. ലാസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ 5 മത്സരം കളിച്ച് 93 റൺസും എഗെയിൻസ്റ്റ് RCB ആയിട്ട് 16 മത്സരം കളിച്ചിട്ട് 741 റൺസ് കൊടുത്തിട്ടുണ്ട്. ആവറേജ് റൺസ് 74 എഗെയിൻസ്റ്റ് RCB ആയിട്ട്. ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 7 ഇന്നിങ്സ് കളിച്ചിട്ട് 217 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 2 മത്സരം കളിച്ച് 41 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അസ്തർ പട്ടേൽ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 512 റൺസാണ് എടുത്തിട്ടുള്ളത്. 17 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട് 24 ഇന്നിങ്സിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ RCBക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 19 വിക്കറ്റും 264 റൺസുമാണ് നേടിയിട്ടുള്ളത് 20 ഇന്നിങ്സിലൂടെ. അതുപോലെ തന്നെ ശർമ്മയെ പറ്റി പറയുമ്പോൾ 2 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 32 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ സമീർ റിസ്വിനെ പറ്റി പറയുമ്പോൾ വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ഇവർക്കൊന്നും ആർക്കും റെക്കോർഡ്സ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വിഭ്രാജ് നിക്കാം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റും 14 റൺസ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 1 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും ഇപ്പോൾ ഒന്ന് ഫോം പോയി കിടക്കുകയാണ്. 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 4 വിക്കറ്റും എഗെയിൻസ്റ്റ് RCB ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 1 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ കുൽദീപ് യാദവ് ആണെങ്കിലും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 18 ഇന്നിങ്സ് കളിച്ച് 20 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 9 മത്സരം കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ചമേരയെ പറ്റി പറയുമ്പോൾ 2 മത്സരം ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത് 2 വിക്കറ്റും എഗെയിൻസ്റ്റ് RCB 2 മത്സരം എഗെയിൻസ്റ്റ് RCB ആയിട്ട് കളിച്ചിട്ട് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മുകേഷ് കുമാറിനെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ലാസ്റ്റ് മത്സരം 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 13 ഇന്നിങ്സ് കളിച്ചിട്ട് 14 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് RCB ആയിട്ട് 3 മത്സരം കളിച്ച് 3 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ RCB പ്ലേയേഴ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം ലാസ്റ്റ് 2 മത്സരങ്ങൾ നല്ല പെർഫോമൻസ് ആണ്. 10 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 483 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 69 റൺസാണ് ആവറേജ്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 29 ഇന്നിങ്സ് കളിച്ചിട്ട് 1079 റൺസ് എടുത്തിട്ടുണ്ട്. 49 റൺസാണ് ആവറേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ട് ആണെങ്കിലും അദ്ദേഹം 5 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 175 റൺസും എഗെയിൻസ്റ്റ് DC ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 123 റൺസും നേടിയിട്ടുണ്ട്. ദേവുഡ് പടിക്കൽ ആണെങ്കിലും അദ്ദേഹമാണെങ്കിലും ലാസ്റ്റ് മത്സരം അതിന് മുന്നത്തെ മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 8 മത്സരം കളിച്ചിട്ട് 177 റൺസ് എടുത്തിട്ടുണ്ട്. പട്ടിദാർ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും 3 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് 108 റൺസ് ഡൽഹിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിതീഷ് ശർമ്മയാണെങ്കിലും ഈ ഒരു വെന്യൂ റെക്കോർഡില്ല, പക്ഷേ എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 6 മത്സരം കളിച്ച് 93 റൺസ് എടുത്തിട്ടുണ്ട്. ടിം ഡേവിഡ് 2 മത്സരം ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 50 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് നമ്മുടെ ഡൽഹി ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 178 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 59 എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ടുള്ള ആവറേജ്. കൃണോൾ പാണ്ഡ്യയെ പറ്റി പറയുമ്പോൾ 6 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. ഈ ഒരു വെന്യൂവിൽ 166 റൺസ് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 19 ഇന്നിങ്സ് കളിച്ചിട്ട് 10 വിക്കറ്റും 345 റൺസും എടുത്തിട്ടുണ്ട്. ഷെപ്പേർഡിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ ഒരു എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 1 മത്സരം കളിച്ചിട്ട് 1 വിക്കറ്റും 39 റൺസുമാണ് നേടിയിട്ടുള്ളത്. ഭുവനേശ്വർ കുമാർ ആണെങ്കിൽ 9 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 12 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ 22 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് ഡൽഹി ആയി കളിച്ചിട്ട് 20 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോസ് ഹേസൽവുഡ് ആണെങ്കിൽ 1 വിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട്. എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ചിട്ട് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. യാഷ് ദയാൽ ആണെങ്കിൽ എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 3 മത്സരം കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സുയാസ് ശർമ്മയാണെങ്കിൽ 1 മത്സരം എഗെയിൻസ്റ്റ് ഡൽഹി ആയി കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ RCB ഡൽഹി നമ്മൾ ഈ 32 മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. RCB 20 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. ഡൽഹി 12 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ XL11 ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡൽഹി വേഴ്സസ് RCB നമ്മളുടെ മാച്ചിൻ്റെ ഒരു ടീമാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ KL രാഹുലിനെ ചൂസ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ബൗളിംഗ് ഓപ്ഷനിൽ നമ്മുടെ ഹേസൽവുഡും മിച്ചൽ സ്റ്റാർക്കിനെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, കൃണോൾ പാണ്ഡ്യ നല്ല ഓപ്ഷൻസാണ്. ദേവുഡ് പടിക്കൽ, അതുപോലെ തന്നെ വിരാട് കോഹ്ലിനെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റബ്സും അതുപോലെ തന്നെ കരുൺ നായറും കൊണ്ടുവന്നിട്ടുണ്ട്. ഫിലിപ്പ് സാൾട്ടിനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബൗളറിനെ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറിനെ എടുക്കാം. അപ്പോൾ നമ്മുടെ RCBയിലാണെങ്കിൽ നമ്മൾ ഒരു ബൗളറിനെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വിഭ്രാജ് നികത്തിനെ എടുക്കാം. കാരണം അദ്ദേഹം എന്തായാലും ഓവേഴ്സ് ചെയ്യുന്നുണ്ട്, വിക്കറ്റ്സും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ക്യാപ്റ്റൻസി നമ്മുടെ വിരാട് കോഹ്ലിക്കാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ KL രാഹുലിന് കൊടുക്കാം. കാരണം എന്തായാലും ഒരു
പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ മാച്ചിൽ. നമ്മുടെ ടീമൊന്ന് നോക്കാം. KL രാഹുൽ, ഫിലിപ്സ് ആർട്ട്, വിരാട് കോഹ്ലി, കരുൺ നായർ, ട്രിസ്റ്റൻ ഷബ്സ്, ദേവൂഡ് പടിക്കൽ, അസ്തർ പട്ടേൽ, കൃണാൽ പാണ്ഡ്യ, വിവ്രാജ് നിഗം, മിച്ചൽ സ്റ്റാർക്ക്, ഹെയ്സൽവുഡ്. ഇത്രയും പേരെ നമ്മുടെ ടീമിലുള്ളൂ. സോ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.